ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ഐഡിയ ആണ്. അത് യൂണിക്കോൺ ആൻഡ് കപ്പ് കേക്ക് തീമിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ നിങ്ങൾക്ക് വേണ്ട ഒരു യൂണിക്കോൺ ആൻഡ് കപ്പ് കേക്ക് ഉള്ളൊരു പിക്ചർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിക്ചർ ഇങ്ങനെ സ്കെച്ച് ചെയ്ത് കളറൊക്കെ ചെയ്ത് എടുക്കുക. കുറച്ച് കട്ടിയുള്ളൊരു കാർഡ് സ്റ്റോക്കിൽ, പിന്നെ അതൊരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്ക് നമുക്ക് വേറൊരു പീസ് ഓഫ് കാർഡ് സ്റ്റോക്ക് എടുത്ത് കുറച്ച് അലങ്കോലപ്പണികൾ അല്ലെങ്കിൽ ഡെക്കറേഷൻ വർക്കൊക്കെ ആവാം അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ചുമ്മാ എന്തെങ്കിലും ഡിസൈൻസൊക്കെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു ബോക്സ് ആക്കി എടുക്കാൻ പറ്റും. ആ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്താൽ നമുക്കിതൊരു ബോക്സ് ആക്കി കിട്ടും. ഇതേപോലെ ഒന്നുകൂടെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് നമുക്ക് കിട്ടും. ഞാനൊരു ലോങ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ചിന്തിച്ചപ്പോൾ ഫസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂണിക്കോൺ തീമിൽ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ കോമൻസിൽ നിങ്ങളോട് ചോദിച്ചത് യൂണിക്കോൺ വേണോ കപ്പ് കേക്ക് വേണോ എന്ന്. കോമൻസിൽ യൂണിക്കോൺ ആൻഡ് കപ്പ് കേക്ക് ബോത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ വരച്ചു വെച്ച ആ യൂണിക്കോണിൻ്റെ പിക്ചറില്ലേ, അതിൻ്റെ ബാക്ക് സൈഡ് എടുത്ത് അതിൽ പസിലിൻ്റെ ഷേപ്പിൽ കുറച്ച് ഔട്ട്ലൈൻസ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഗൈഡ് ലൈൻസ് പോലെ കിട്ടാനാണ്. എന്നിട്ട് അത് കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എന്നാലും മെല്ലെ കട്ട് ചെയ്തെടുത്താൽ മതി. സത്യം പറഞ്ഞാൽ ആ യൂണിക്കോണിനെ ഇങ്ങനെ പീസ് ആക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് വരച്ചതില്ലേ അതിൻ്റെ. പക്ഷേ പ്രശ്നമില്ലേ, നമ്മളൊരു അടിപൊളി സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇനി കട്ട് ചെയ്ത ഈ പീസസ് നമുക്ക് നമ്മുടെ ബോക്സിലേക്ക് ഇട്ട് വെക്കാം. ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എടുത്ത് വെക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് ആ പസിൽസൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂണിക്കോണിൻ്റെ ഒരു അടിപൊളി പസിൽ പിക്ചർ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഐഡിയ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുണ്ടാക്കി നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. യൂണിക്കോൺ പിക്ചർ തന്നെ വേണമെന്നില്ല, വേറെ ഏത് പിക്ചറും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.